ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 3 നീഡ്സ് ഓഫ് ചിൽഡ്രൻ പാർട്ട് 2 രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. മൂന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ എന്തൊക്കെയാണ് ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് നാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ. എവിടെ സൈക്കോളജി പഠിക്കുമ്പോഴും ഏത് തിയറം പഠിക്കുമ്പോഴും എബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി പഠിക്കാത്തവർ ആരും ഉണ്ടാവില്ല. ലോകത്ത് ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏതാണെന്ന് കൃത്യമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറി ഉണ്ടാക്കുകയും ചെയ്ത ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ. അപ്പോൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ 5 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് ഒരു പിരമിഡ് പോലെ കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹൈറാർക്കി അപ്വേർഡ്സ് ദ നീഡ്സ് ആർ. ഇതിങ്ങനെ ഇത് ഹൈറാർക്കി എന്ന് പറയുന്നത് ശ്രേണി എന്നാണ് അർത്ഥം. ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേണി എന്നാണ്. അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വളരെ ചെറിയ ആവശ്യം പൂർത്തീകരിച്ചാലാണ് ഇങ്ങനെ മുകളിലോട്ട് പോയി ഏറ്റവും അവസാനത്തെ 5ാമത്തെ ആവശ്യം പൂർത്തീകരിക്കലോടുകൂടി അയാളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചവനായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന് ഫുൾഫിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫിസിയോളജിക്കൽ നീഡ്, രണ്ടാമത്തേത് സേഫ്റ്റി നീഡ്, മൂന്നാമത്തേത് ലവ് ആൻഡ് അഫെക്ഷൻ, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, നാലാമത്തേത് എസ്റ്റീം നീഡ്സ്, അഞ്ചാമത്തേത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ നമുക്ക് നീഡ്സ് ലോവർ ഡൗൺ ഇൻ ദ ഹൈറാർക്കി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ഇൻഡിവിജ്വൽസ് ക്യാൻ അറ്റൻഡ് ടു നീഡ്സ് ഹയർ അപ്പ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു പിരമിഡ് പോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണാം. ഇതിൻ്റെ ഏറ്റവും താഴെ ആദ്യം കാണാം ഫിസിയോളജിക്കൽ നീഡാണ്. ഒരു മനുഷ്യൻ ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് ഫിസിയോളജിക്കൽ നീഡാണ്. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഏതെല്ലാമാണെന്ന് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യം ഫിസിയോളജിക്കൽ നീഡ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അടുത്ത നീഡ് അയാൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഉദാഹരണം പറയാം. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് വസ്ത്രം, ഭക്ഷണം, താമസം, വായു. ഇതെല്ലാം ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഒരാൾക്ക് ഇതൊന്നും ഇല്ലാതെ എനിക്ക് സേഫ്റ്റി വേണം, എനിക്ക് സുരക്ഷ വേണം, എനിക്ക് ഇൻഷുറൻസ് പോളിസി വേണം, വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിൽ പട്ടിണിയായ ഒരാൾ ഇൻഷുറൻസിൻ്റെ ബാക്കിൽ പോകില്ല. കാരണം അയാൾ ആദ്യം അയാളുടെ ഫുൾഫിൽ ചെയ്യപ്പെടേണ്ട നീഡ് ഫിസിയോളജിക്കൽ നീഡാണ്. അതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ തട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ആവശ്യവും പൂർത്തീകരിച്ചാണ് ആദ്യം ഫിസിയോളജിക്കൽ നീഡ് ഒരു മനുഷ്യൻ പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞ് സേഫ്റ്റിയിലേക്ക് പോകും, അത് കഴിഞ്ഞ് ലവ് ആൻഡ് അഫെക്ഷൻ, അത് കഴിഞ്ഞ് എസ്റ്റീം, അത് കഴിഞ്ഞ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ആവശ്യങ്ങളെയും ഒന്ന് വിശദമായി പഠിക്കാം. ഒന്നാമത്തേത് ഫിസിയോളജിക്കൽ നീഡാണ്. മനുഷ്യൻ്റെ ബയോളജിക്കലായിട്ടുള്ള ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. അതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് ഇതിനെ പറയുക. ബേസിക് നീഡ്സ് എന്നാണ് പറയുക. ഉദാഹരണത്തിന് അയാൾക്ക് എയർ, നല്ല ശുദ്ധവായു ഇന്ന് ലഭിക്കാത്തതാണ്. ശുദ്ധവായു കിട്ടൽ അയാളുടെ വളരെ അത്യാവശ്യമാണ്. നല്ല ഫുഡ് കിട്ടൽ ആവശ്യമാണ്. ഡ്രിങ്ക്, നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടുക വളരെ ആവശ്യമാണ്. ഷെൽട്ടർ, താമസം, നല്ലൊരു താമസ സൗകര്യം കിട്ടൽ ആവശ്യമാണ്. ക്ലോത്തിങ്, അല്ലേ, വസ്ത്രം ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സെക്സ്, അതേപോലെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങൾ നേടുക എന്നുള്ളതും അയാളുടെ ആവശ്യമാണ്. സ്ലീപ്പ്, ഉറക്കം അയാളുടെ ആവശ്യമാണ്. ഇഫ് ദീസ് നീഡ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ദ ഹ്യൂമൻ ബോഡി കനോട്ട് ഫങ്ഷൻ ഒപ്റ്റിമലി. ഇതില്ലാതെ
മനുഷ്യൻ്റെ ബോഡി പ്രവർത്തിക്കൂല. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആവശ്യങ്ങളെക്കാളും ഏറ്റവും ആദ്യമായിട്ട് പ്രൈമറി ആയിട്ട് പൂർത്തീകരിക്കപ്പെടേണ്ട ആവശ്യമാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തതാണ് സേഫ്റ്റി നീഡ്സ്, സുരക്ഷാപരമായ ആവശ്യം. ഇനി ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാലാണ് പിന്നെ സേഫ്റ്റി നീഡ് അവിടെ ഉടലെടുക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് പീപ്പിൾ വാണ്ട് ടു എക്സ്പീരിയൻസ് ഓർഡർ, പ്രെഡിക്റ്റബിളി ആൻഡ് കൺട്രോൾ ഇൻ ദെയർ ലൈഫ്സ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പോലീസ്, അതേപോലെ തന്നെ ബിസിനസ്, മെഡിക്കൽ കെയറുകൾ, ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ആളുകൾ പൂർത്തീകരിക്കുന്നത് സേഫ്റ്റി നീഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവിധ സേഫ്റ്റിയും നമ്മളവിടെ വരും, ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിൽ വരും. അത് ഫിസിക്കൽ സേഫ്റ്റി വരും, ഇമോഷണൽ സെക്യൂരിറ്റി വരും, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, ജോലിയുടെ മേലെ ഒരു സേഫ്റ്റി വേണ്ടേ? ഇന്ന് ജോലിയുണ്ട്, നാളെ ജോലി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജോലിയുടെ മേലെ സുരക്ഷ വേണം, സാമ്പത്തിക സുരക്ഷ വേണം, പെൻഷൻ പോലുള്ള കാര്യങ്ങൾ, സാമ്പത്തിക സുരക്ഷ, സേവിങ്സ്, ബാങ്ക് ഡിപ്പോസിറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അതാണ് പറഞ്ഞത് ശരിക്കും അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നു, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത്, എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്തരം സേഫ്റ്റി നീഡ് മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്താലാണ് പിന്നെ ഏത് ആവശ്യം വരുന്നത്? സേഫ്റ്റി നീഡുകൾ വരുന്നത്. അത് ഫുൾഫിൽ ചെയ്താൽ തേർഡ് ലെവൽ ഓഫ് ഹ്യൂമൻ നീഡ്സ് ഈസ് സോഷ്യൽ ആൻഡ് ഇൻവോൾവ്സ് ഫീലിങ്സ് ഓഫ് ബിലോങ്ങിങ്നെസ്, സ്നേഹവും ബന്ധങ്ങളും, അല്ലേ? അതാണ് ബിലോങ്ങിങ്നെസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹവും സന്തോഷങ്ങളും, അതേപോലെ തന്നെ ഗ്രൂപ്പുകളോട് തോന്നുന്ന ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, അല്ലേ? അതൊക്കെയാണ് ബിലോങ്ങിങ്നെസ്സിന് ഉദാഹരണം എന്ന് പറയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. നമ്മളിങ്ങനെ ഒറ്റക്ക് പണം ഉണ്ടാക്കുക, ജീവിക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട്, കല്യാണം കഴിക്കാത്തൊരു ഫ്രണ്ടുണ്ട്, 38 വയസ്സായി, 38 വയസ്സായിട്ടും കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു, നീ എന്താടാ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്തിനാടാ കണ്ടവൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഞാൻ അല്ലെങ്കിൽ ഞാൻ പോറ്റുന്നത്, ഞാൻ സംരക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചത് പച്ച മലയാളത്തിൽ. അപ്പോൾ ഇവൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവൻ പോലീസാണ്, SI ആണ്. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, 38-39 വയസ്സായി. ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുക, പെണ്ണൊന്നും വേണ്ട, കല്യാണമൊന്നും വേണ്ട, ആരെയും ചിലവഴിക്കൊന്നും ചെയ്തുകൂടാ, അല്ലെങ്കിൽ പൈസയൊന്നും ചിലവഴിച്ചൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ അതല്ല, മറ്റൊരാളോട് ഇൻറ്റിമസി തോന്നുക, അടുപ്പം തോന്നുക, ഫ്രണ്ട്ഷിപ്പ് തോന്നുക, കുടുംബ ബന്ധങ്ങളോട് താല്പര്യം തോന്നുക, ഫാമിലി ബന്ധങ്ങളോട് താല്പര്യം ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുക, വാങ്ങുക, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, ഭക്ഷണമുണ്ട്, താമസമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സേഫ്റ്റി ഉണ്ട്, പക്ഷേ കുടുംബമില്ല, അച്ഛനമ്മയോട് സംസാരിക്കൂല, മക്കളോട് സംസാരിക്കൂല, ബ്രദേഴ്സിനോട് ഇടപെടൂല, നിങ്ങൾ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല. എങ്ങനെ ഉണ്ടാവും അവസ്ഥ? ഇവിടെ ജീവിതം മീനിങ്ലെസ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ നീഡാണ് എസ്റ്റീം നീഡ്, 4th ലെവൽ. ഇത് 4ാമത്തെ ലെവലാണ്. എസ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നമുക്ക് ഉള്ള ഡിഗ്നിറ്റി, നമ്മുടെ സ്വീകാര്യത, അന്തസ്സ്, ആഭിജാത്യം, അച്ചീവ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ്, നമുക്കുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ നേട്ടങ്ങൾ. ഇപ്പോൾ ഞാൻ സമൂഹത്തിൽ ഒരു അധ്യാപകനാണെന്നതുകൊണ്ട് എന്നെ സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു, എൻ്റെ വാക്കുകൾ കേൾക്കുന്നു, എന്നോട് അഭിപ്രായം ചോദിക്കുന്നു, പല ആളുകളും വരുന്നു, കൗൺസിലായതുകൊണ്ട് പല വിഷയങ്ങളിലേക്കും വരുന്നു. അപ്പോൾ ഞാൻ എസ്റ്റീം നീഡ് ഫുൾഫിൽ ചെയ്ത ആളാണ്. എനിക്ക് സമൂഹത്തിലൊരു ഡിഗ്നിറ്റി ഉണ്ട്, അന്തസ്സുണ്ട്, അഭിജാത്യമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, പ്രസ്റ്റീജ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് പണമുണ്ട്, സുരക്ഷയുണ്ട്, എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ സമൂഹത്തിൽ നിങ്ങളാരും വില വെക്കുന്നില്ല.
പുല്ല് വില, പണ്ടൊരാൾ പറഞ്ഞതുപോലെ വീട്ടിൽ വിലയില്ലാന്നേ ഉള്ളൂ, നാട്ടിൽ പുല്ല് വിലയാണ്. അപ്പം അങ്ങനെ ഒരു വിലയില്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല. നമുക്കൊക്കെ ടെൻഷനാവും, ഈശ്വര നമ്മളെ പറഞ്ഞ ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യന് ഇതെല്ലാം ഉൾപ്പെടെ സമൂഹത്തിലുള്ളൊരു നിലയും വിലയും എല്ലാം ആവശ്യമാണ്. അതിനെയാണ് എസ്റ്റീം നീഡ് എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് ഹയ്യസ്റ്റ് ലെവൽ. മാസ്ലോ ഹൈറാർക്കിയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ലെവൽ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അഥവാ സെൽഫ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയും. ഉദാഹരണത്തിന്, എന്താണോ ഒരാളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അത് നേടുക, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ലോകത്ത് വളരെയധികം 2% ആളുകൾ മാത്രമേ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നേടിയിട്ടുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിലെ ഏറ്റവും എന്തായിത്തീരാനാണോ ആഗ്രഹിക്കുന്നത് അതായിത്തീരാം. ഉദാഹരണത്തിന്, വൺ ഇൻഡിവിജ്വൽ മേ ഹാവ് എ സ്ട്രോങ് ഡിസൈർ ടു ബിക്കം ആൻ ഐഡിയൽ പാരൻറ്റ്. എനിക്ക് നല്ലൊരു പാരൻ്റ് ആവണമെന്ന് ആഗ്രഹിച്ചു. എത്രയോ ആളുകൾ ലോകത്ത് ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു പാരൻ്റ് ആവണമെന്ന്. പക്ഷേ ലോകത്ത് 2% ആളുകൾ മാത്രമേ ഐഡിയൽ പാരൻ്റ് ആവാറുള്ളൂ. ബാക്കിയെല്ലാം ആ പാരൻ്റ് എന്ന രീതിയിൽ അയാൾ പരാജയപ്പെടലാണ് സാധാരണ പതിവ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അയാൾ എന്താവാനാണ് ആഗ്രഹിച്ചത്, ആ ആഗ്രഹം അയാൾ നിറവേറ്റുമ്പോൾ മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അയാൾ പൂർത്തീകരിക്കുന്നത്. ലോകത്ത് 2% ആളുകൾ മാത്രമേ ഈ ആവശ്യം പൂർത്തീകരിച്ചിട്ടുള്ളൂ. വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ മഹാത്മാഗാന്ധിജി, അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്ത ആളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ആവശ്യവും ആഗ്രഹവും എന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക. അത് അയാൾ മരണത്തിന് മുമ്പ് നേടിക്കൊടുത്തു. അപ്പോൾ അയാൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്ത ആളാണ്. അപ്പോൾ ഇങ്ങനെ 5 ലെവല് ആവശ്യങ്ങളാണ് എബ്രഹാം മാസ്ലോ പറയപ്പെടുന്നത്. അപ്പോൾ in another the desire may be expressed economically, academically or athletically. അപ്പോൾ പല ആളുകൾക്കും അത് സാമ്പത്തികമായിട്ടാവാം, അക്കാഡമിക്കലാവാം, അത്ലറ്റിക്കലാവാം. ലോകത്ത് ബിൽ ഗേറ്റ്സ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ട് അയാൾ അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നേടിയ ആളാണെന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്താണോ അയാൾ സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ, അങ്ങനെയാണ് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ആർ ദോസ് ഹൂ വേർ ഫുൾഫിൽഡ് ആൻഡ് ഡൂയിങ് ഓൾ ദേ വേർ കേപ്പബിൾ ഓഫ്. അവർ എല്ലാം ഫുൾഫിൽ ചെയ്തവരാണ്. അവർ എന്തൊക്കെയാണോ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും this occurs when a person experiences the world totally for what it is. അയാളൊരു മനുഷ്യൻ ആ ലോകം എന്തിനാണോ ഞാൻ ഈ ലോകത്ത് വന്നത്, എന്താണ് ഈ ലോകത്തുള്ളത്, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഒരാളുടെ ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തവരെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നേടിയവരെന്ന് നമുക്ക് പറയാം. The specific form that these needs will take will of course vary greatly from person to person. ഇപ്പോൾ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 5 ആവശ്യങ്ങളുണ്ടെങ്കിലും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ആവശ്യങ്ങൾ മാറി 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 വരും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് പൈസ ഒന്നും വേണ്ട, അവനിക്ക് എന്ത് ചെയ്താൽ മതി? വലിയ ആളായാൽ മതി. അപ്പോൾ അയാൾക്ക് വേണ്ടത് എന്താണ്? എസ്റ്റീം നീഡാണ്. നാട്ടിൽ വലിയ ആളാവുക, വലിയ സംഭവമായിട്ട് നടക്കുക, പൈസയൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ചില ആൾക്ക് ആളൊന്നും ആവേണ്ട, നല്ല പൈസ വേണം അല്ലേ? ചില ആളുകൾക്ക് ഭയങ്കര കുടുംബ ബന്ധവും ഫ്രണ്ട്ഷിപ്പും വളരെയധികം ബിലോങ്ങിങ്സും അങ്ങനെയൊക്കെ പിടിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ 5 ആവശ്യങ്ങളുണ്ടെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ ഇതിൻ്റെ ലെവല് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ, സാധാരണ സെൽഫ് ആക്ച്വലൈസേഷൻ നേടിയ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ ആളുകളാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിളായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഓൺലി 2% ഓഫ് പീപ്പിൾ വുഡ് റീച്ച് ദ സ്റ്റേറ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ.
He was especially interested in the characteristics of people whom he considered to have achieved their potential as individuals. അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ പരമാവധി കഴിവ് അച്ചീവ് ചെയ്തവരെയാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിളിൻ്റെ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ അവരാണല്ലോ എല്ലാം നേടിയവർ എന്ന് പറയുന്നത്. അവർ സ്വാഭാവികമായിട്ടും വളരെയധികം ടോളറേറ്റ്, വളരെയധികം ക്ഷമാശീലരായിരിക്കും. അതേപോലെ വളരെയധികം ഒരു റിയാലിറ്റിയെ പെർസീവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ നല്ല ക്ഷമാശീലരായിരിക്കും. അതുപോലെ തന്നെ അവർ ആക്സെപ്റ്റ് ദംസെൽഫ്, സ്വന്തത്തെ ആക്സെപ്റ്റ് ചെയ്യും, മറ്റുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യും. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയൂല. അവരെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതേപോലെ സ്പോണ്ടാനിയസ് ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ, പെട്ടെന്ന് ചിന്തിക്കും, പെട്ടെന്ന് പ്രവർത്തിക്കും, അങ്ങനെയുള്ള ആളുകളാണ്. അതേപോലെ സെൽഫ് സെൻറ്റേർഡ് അല്ല, സ്വന്തം മാത്രം ചിന്തിക്കുന്നവരല്ല, പ്രോബ്ലം സെൻറ്റേർഡാണ്. പ്രശ്നം എന്താണ് അതിനെ പരിഹരിക്കും, അതാണ് അവരുടെ പ്രത്യേകത. അതേപോലെ അൺയൂഷ്വൽ സെൻസ് ഓഫ് ഹ്യൂമർ സെൻസ് കൂടുതലായിരിക്കും. അതേപോലെ ആബിൾ ടു ലുക്ക് അറ്റ് ലൈഫ് ഒബ്ജക്റ്റീവ്ലി, ലൈഫിനെ ഒരു ലക്ഷ്യബോധത്തോടെ കാണും. അതേപോലെ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും ഇവർ, ഭയങ്കര ക്രിയേറ്റീവായിരിക്കും. അതേപോലെ തന്നെ പർപ്പസ്ലി അൺകൺവെൻഷനൽ, അതാണ് പറയുന്നത്. ഒരിക്കലും തന്നെ ബട്ട് നോട്ട് പർപ്പസ്ലി അൺകൺവെൻഷനലായിട്ട് അവർ പ്രവർത്തിക്കില്ല. അതേപോലെ തന്നെ കൺസേൺഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളും, മനുഷ്യത്വത്തിന് വലിയ വില കൽപ്പിക്കും. അതേപോലെ തന്നെ കേപ്പബിൾ ഓഫ് ഡീപ്പ് അപ്രീസിയേഷൻ ഓഫ് ബേസിക് ലൈഫ് എക്സ്പീരിയൻസ്, അവരുടെ ബേസിക് ലൈഫ് എക്സ്പീരിയൻസിനെ വളരെയധികം അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവർ മാറും. അതേപോലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മനുഷ്യരോടുള്ള, വ്യക്തികളോടുള്ള നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും, നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നവരായിരിക്കും. അതേപോലെ മോറൽ എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ, സദാചാര മോറൽ ധാർമ്മികമായ സ്റ്റാൻഡേർഡുകൾ, നിലവാരങ്ങൾ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ഇതാണ് ഈ സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ അവർ പലതും നേടുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, ഈ ഒരു 5 ആവശ്യം നമുക്ക് എങ്ങനെ എഡ്യൂക്കേഷനിൽ ഇംപ്ലിഫിക്കേഷൻ ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്? അപ്പോൾ തീർച്ചയായും മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ഹാസ് മെയ്ഡ് എ മേജർ കോൺട്രിബ്യൂഷൻ ടു ടീച്ചിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഇൻ സ്കൂൾ. ഈ 5 ആവശ്യങ്ങളും ഇയാളുടെ നീഡ് ഹൈറാർക്കി തിയറി ക്ലാസ് റൂമുകളിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ കുട്ടി ആപ്ലിക്കേഷൻസ് ഓഫ് മാസ്ലോ ഹൈറാർക്കി തിയറി ടു ദ വർക്ക് ഓഫ് ദ ക്ലാസ് റൂം ടീച്ചർ ആർ ഒബിയസ്. ഇപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചർ ശരിക്കും എന്ത് ചെയ്യണം? ഈ ആവശ്യങ്ങളെല്ലാം കുട്ടികൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. എ ടയേർഡ് ആൻഡ് ഹംഗ്രി സ്റ്റുഡൻറ്റ് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫോക്കസ് ഓൺ ലേണിംഗ്. ഒരു ടയേർഡായ, വിശക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡൻസ് നീഡ് ടു ഫീൽ ഇമോഷണലി ആൻഡ് ഫിസിക്കലി സേഫ് ആൻഡ് ആക്സെപ്റ്റഡ് വിത്തിൻ ദ ക്ലാസ് റൂം ടു പ്രോഗ്രസ് ആൻഡ് റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. പിന്നെ കുട്ടിക്ക് ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് വൈകാരികമായും ഫിസിക്കലായിട്ടും സേഫാണെന്നും ആക്സെപ്റ്റഡ് ആണെന്നുമുള്ള തോന്നൽ ഉണ്ടാവണ്ടേ? എന്നാൽ മാത്രമല്ലേ അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സോ മാസ്ലോ പറയുന്നത് സ്റ്റുഡൻസ് മസ്റ്റ് ബി ഷോൺ ദാറ്റ് ദേ ആർ വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം. അവർക്ക് വാല്യൂ ഉണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ടീച്ചർ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് വിത്ത് ലോ സെൽഫ് എസ്റ്റീം വിൽ നോട്ട് പ്രോഗ്രസ് അക്കാഡമിക്കലി. സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, സ്വന്തത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു കുട്ടിക്കും അക്കാഡമിക്കലി അവർക്ക് വളരാൻ സാധിക്കില്ല. അപ്പോൾ മാസ്ലോ ഈ ഒരു രീതിയിൽ ആർഗ്യൂഡ് ദാറ്റ് എ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷണൽ അപ്രോച്ച് വുഡ് ഡെവലപ്പ് people who are stronger, healthier and would take their own lives into their hands to a great extent.
അപ്പോൾ കുട്ടികളിൽ ഒരു ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് മാസ്ലോയുടെ ഈ ഒരു തിയറമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എബ്രഹാം മാസ്ലോവിൻ്റെ തിയറിയിൽ ആവശ്യങ്ങൾ ഏതാണെന്നും അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അതിൻ്റെ എഡ്യൂക്കേഷനിൽ അതെങ്ങനെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നടത്താം എന്നുള്ളതൊക്കെയാണ് എബ്രഹാം മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ നാം എന്ത് ചെയ്തത് മനസ്സിലാക്കിയത്. താങ്ക് യു.